2024 ജനുവരി 1-ാം തീയതി മുതൽ 29 നവംബർ 2024 വരെ 76 കമ്പനികളാണ് IPOയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് 1,53,000 കോടി രൂപയാണ്. വോഡാഫോൺ ഐഡിയയുടെ 18,000 കോടി രൂപയുടെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂയും കൂടെ ചേർത്തിയിട്ടാണ് ഈ ഒരു 1,53,000 കോടി രൂപ എന്ന ലോട്ട് സൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ IPO എന്ന് പറയുന്നത് 27,870 കോടി രൂപയ്ക്ക് വന്ന ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റേതാണ്. 1,960 രൂപയായിരുന്നു അതിൻ്റെ IPO പ്രൈസ്. പക്ഷേ മാർക്കറ്റിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ ആ ഒരു IPOന് സാധിച്ചില്ല. 1,820 രൂപയ്ക്കായിരുന്നു ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്നത് 1,916 രൂപയ്ക്കാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് IPO പ്രൈസിനെയും വെച്ച് താഴെയാണ് ഇപ്പോൾ ആ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ IPO 72 കോടി രൂപയ്ക്ക് വന്ന വിബോർ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡിൻ്റേതാണ്. 151 രൂപയ്ക്കായിരുന്നു അതിൻ്റെ IPO പ്രൈസ് ഉണ്ടായിരുന്നത്. ഹോളോ സെക്ഷൻ ട്യൂബ്സുകൾ, പ്രൈമർ പെയിൻറ്റഡ് പൈപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മെറ്റൽ ബീം ക്രാഷ് ബാരിയേഴ്സ് എന്നിവ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് വിബോർ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ്. IPOയിൽ കുഞ്ഞനാണെന്നുണ്ടെങ്കിലും IPO ലിസ്റ്റിംഗ് ഗെയിനിൽ ഏറ്റവും കൂടുതൽ നേട്ടം തന്ന ഒരു സ്റ്റോക്കാണ് വിബോർ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ്. 151 രൂപ IPO പ്രൈസ് ഉണ്ടായിരുന്ന ഈ കമ്പനി 442 രൂപയ്ക്കായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഷെയറിന് 291 രൂപയുടെ ലാഭമാണ് ഈ ഒരു കമ്പനി നേടിക്കൊടുത്തത്. ഏകദേശം 192% ലാഭം ലിസ്റ്റിംഗ് ദിവസം തന്നെ ഈ ഒരു കമ്പനി നിക്ഷേപകർക്ക് നൽകുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ലാഭം തന്ന ഒരു സ്റ്റോക്കാണ് ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡിൻ്റെ 1000 കോടി രൂപയുടെ IPO ആയിരുന്നു അത്. IPO പ്രൈസ് 331 രൂപ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1,242 രൂപയ്ക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 327% ലാഭമാണ് ആ ഒരു സ്റ്റോക്ക് നേടിത്തന്നത്. 200% മേലെ ലാഭം തന്ന വേറൊരു സ്റ്റോക്കാണ് KRN ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. 341 കോടി രൂപയുടെ IPO ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 220 രൂപ IPO പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 782 രൂപയ്ക്ക്. 562 രൂപ ഒരു ഷെയറിന് പുറത്ത് ലാഭം തന്നു. 255% ലാഭമാണ് ആ ഒരു സ്റ്റോക്ക് തന്നത്. അലുമിനിയവും കോപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള കോപ്പർ ട്യൂബുകൾ, പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ, വാട്ടർ കോയിൽ, കണ്ടൻസർ കോയിൽ, ഇവാപ്പറേറ്റർ കോയിൽ എന്നിവ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് KRN ഹീറ്റ് എക്സ്ചേഞ്ചർ. ഏറ്റവും കൂടുതൽ നഷ്ടം തന്ന ഒരു സ്റ്റോക്കാണ് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ്. 601 കോടി രൂപ IPO വന്നൊരു സ്റ്റോക്കായിരുന്നു അത്. 295 രൂപ IPO പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 157 രൂപയ്ക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 138 രൂപ ഒരു ഷെയറിന് പുറത്ത് നഷ്ടമാണ് അത് ആ ഒരു സ്റ്റോക്കിലുള്ളത്. 46% ലോസാണ് ആ ഒരു സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് ക്യാപിറ്റൽ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലിമിറ്റഡാണ്. 523 കോടി രൂപയുടെ IPO ആയിരുന്നു. 468 രൂപ IPO പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 280 രൂപയ്ക്കാണ്. ഒരു ഷെയറിന് പുറത്ത് 188 രൂപയുടെ ലോസ്. 40% നഷ്ടം ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ചില സ്റ്റോക്കുകൾ മൾട്ടി ബാഗറായി മാറാറുണ്ട്. അതിൽ ഒരു സ്റ്റോക്കാണ് സിയാൻസിസ് ടെക് ലിമിറ്റഡ്. അതായത് 5 വർഷം മുന്നിൽ, അതായത് 29/11/2019 74 രൂപയുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് 29/11/2024 ആയപ്പോൾ അതിൻ്റെ വില 1,499 രൂപയായി. ഒരു സ്റ്റോക്കിന് പുറത്ത് 5 വർഷം കൊണ്ട് 1,425 രൂപയുടെ ലാഭമാണ് ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1,924% വർധന. 1,00,000 രൂപ നമ്മൾ 2019 നവംബർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നേക്ക് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 20,25,675 രൂപയാകും. മൾട്ടി ബാഗറായിട്ടുള്ള വേറൊരു സ്റ്റോക്കാണ് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണത്. കഴിഞ്ഞ നവംബറിൽ, അതായത് 2023 നവംബർ 29-ാം തീയതി 110 രൂപയുണ്ടായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു അത്. അത് 29/11/2024 ആയപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില 1,509 രൂപയായി ഉയർന്നു. ഒരു സ്റ്റോക്കിന് പുറത്ത് 1,399 രൂപയുടെ ലാഭം. 1,271% വർധനയാണ് ആ ഒരു കമ്പനിയിലുണ്ടായിരിക്കുന്നത്. ഒരു വർഷം കൊണ്ടാണ് ആ ഒരു കമ്പനിയിൽ ഇത്രയും വലിയൊരു വർധന ഉണ്ടായിരിക്കുന്നത്. 1,271% വർധനയാണ് ഒരു വർഷം കൊണ്ട് ആ ഒരു കമ്പനിയിൽ വന്നിരിക്കുന്നത്. അതായത് 1,00,000 രൂപ നമ്മൾ ഒരു വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, ഇന്നത്തെ വാല്യൂ 13,71,000 രൂപ ആകുമായിരുന്നു. മൾട്ടി ബാഗറായിട്ടുള്ള വേറൊരു സ്റ്റോക്കാണ് ശക്തി പമ്പ്സ്. കഴിഞ്ഞ നവംബർ
29-ാം തീയതി 170 രൂപയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 780 രൂപയ്ക്കാണ്. ഒരു സ്റ്റോക്കിന് പുറത്ത് 610 രൂപയുടെ ലാഭം, അതായത് 358% വർധന ഒരു വർഷം കൊണ്ട് ആ ഒരു കമ്പനിയിലുണ്ടായി. ഓല ഇലക്ട്രിക് മൊബിലിറ്റി കഴിഞ്ഞ ആഴ്ച 52 വീക്ക് ലോ, അതായത് 66 രൂപ വരെ ലോ വന്ന ഒരു സ്റ്റോക്കായിരുന്നു. പിന്നീട് ഒരാഴ്ച കൊണ്ട് അത് ഏകദേശം ഒരു 28 രൂപയോളം അത് റിക്കവറായിട്ട് മേലെ വന്നു. ഒരാഴ്ച കൊണ്ട് 40% വർധന ആ ഒരു സ്റ്റോക്ക് തന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് 4 പുതിയ മോഡലുകൾ, ഇലക്ട്രിക് മോഡലുകൾ ആ ഒരു കമ്പനി പുറത്തിറക്കി എന്നുള്ളൊരു ന്യൂസ് വന്നതുകൊണ്ടാണ്. റിമൂവബിൾ ബാറ്ററിയാണ് ഈ വണ്ടികളുടെ പ്രത്യേകതയായിട്ട് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞൊരു മോഡൽ എന്ന് പറയുന്നത് ഗിഗ്. ഇതിന് പ്രൈസ് 39,999 രൂപ. പിന്നെ ഏറ്റവും വില കൂടിയ മോഡൽ S1Z പ്ലസ് 64,999 രൂപ. പിന്നെ ഒരു 49,999 രൂപയുടെ ഗിഗ് പ്ലസ്, പിന്നെ 59,999 രൂപയുടെ S1Z എന്നീ 2 മോഡലുകളൂടെ ഈ കമ്പനി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. മൊത്തം 4 മോഡലാണ് ഇപ്പോൾ ഈ ഓല ഇലക്ട്രിക്കൽസ് പുതുതായിട്ട് ഇറക്കിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് 2,864 രൂപ എന്ന ഹൈയിൽ നിന്ന് 55% ഇടിഞ്ഞിട്ട് 1,295 രൂപ വരെ വരികയുണ്ടായി. അത് ഈ ഇടയ്ക്ക് ഒരു 2-3 മാസത്തിനുള്ളിലാണ് ഇത്രയും വലിയൊരു ഇടിവ് ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ടായത്. 1,570 രൂപ ഒരു സ്റ്റോക്കിൽ 1,570 രൂപയുടെ ഇടിവുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ ഒരു സ്റ്റോക്ക് കുറച്ച് റിക്കവറായി വന്നിട്ടുണ്ട്. 28% ആ ഒരു സ്റ്റോക്ക് റിക്കവറായി. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്നത് 1,656 രൂപയ്ക്കാണ്. 361 രൂപയുടെ വർധന കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ ഒരു സ്റ്റോക്കിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ജംന ഓട്ടോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ലീഫ് സ്പ്രിങ്, ലിഫ്റ്റ് ആക്സിൽ, സ്റ്റെബിലൈസർ ബാർ, സെഡ് സ്പ്രിങ്, ട്രെയിലർ മെക്കാനിക്കൽ സസ്പെൻഷൻ എന്നിവ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണത്. 104 രൂപയ്ക്കാണ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. 140 രൂപ ഒരു ഹൈ കാണിച്ചൊരു സ്റ്റോക്കായിരുന്നു. ഇപ്പോൾ ഈ കറക്ഷനിൽ കുറച്ച് താഴെ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിവിടുന്ന് കുറച്ചൊരു 120 രൂപയൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.